ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറുതെ ചൊറിയും കുത്തിരിക്കുക, പണിയൊന്നുമില്ലാതെ. അപ്പോഴാണ് 3 പേര് കിടന്നുറങ്ങുന്ന കാണുന്നു. 3 പേരും ഉറക്കണീറ്റ് അവിടെ എന്തോ ശ്രദ്ധിച്ചിരിക്കുക. ഒരാൾ നല്ല ഉറക്ക, കാരിച്ച് നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിയാണോ അതോ ഉറക്കം നടിക്കാന്നും അറിയില്ല, വിളിച്ചാന്ന് അറിയുന്നില്ല. ബാക്കി 2 പേരും വെറുതെ കിടക്കുക. അരിങ്ങളെ തൊട്ടും തലോടുന്ന എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. തുറക്കട, കണ്ണുറക്കട, തുറക്കണ്ടേ. ഉറങ്ങുന്നവരെ എണീപ്പിക്കുക, ഉറക്കം നടിക്കുന്നവരെ എണീപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ല കിടത്തത്തിലാണ് ഉള്ളത്. അവർക്ക് തൊടുന്നതും തലോടുന്നതും നല്ല ഇഷ്ടം. അപ്പോൾ അവർ നമുക്ക് വർത്താനം പറഞ്ഞ് മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് അമ്മ എന്നോട് പറഞ്ഞത്, അപ്പുറത്ത് പോയി ഒരു മൈസൂർ വാഴ കുലച്ചിട്ടുണ്ട്, അത് കാറ്റും മഴയും വന്ന് ഒടിയും, അതുകൊണ്ട് അത് കിട്ടണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പം ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു മാംഗോസ്റ്റി തൈ ഉണ്ട്. 5 വർഷം പ്രായമായി, എപ്പോൾ പൂക്കാമെന്ന് അറിയില്ല. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് ഞാനൊരു ചെറിയ കോവക്ക വള്ളി നട്ടിട്ടുണ്ട്. അത് പടർന്ന് പന്തലിച്ച് ഇനി കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കായാണ്, കായ ആവണത്രേ. പൂത്ത് അടുത്ത് കായ പറിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ പോയി തളപ്പ് എടുത്തു, കൊല കെട്ടാൻ കയറെടുത്തു. കൊതുക് ഒരു രക്ഷയില്ല. മഴ ആയതുകൊണ്ടായിരിക്കാൻ തോന്നും, കൊതുകിൻ്റെ കടി സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കയറും എടുത്ത് തളപ്പും എടുത്ത് നേരെ കൊല കെട്ടാൻ വേണ്ടി പോയി. ഈ ചേനയെല്ലാം അച്ഛൻ നട്ട 3-4-5 മൂട് ചേനയുണ്ട്. അത് അച്ഛൻ നട്ടാണ്, ഞാൻ നട്ടൊന്നല്ല. അങ്ങനെ മൈസൂർ കൊല ഉള്ള സ്ഥലത്തെത്തി. അപ്പോൾ കവുങ്ങുമ്മ കയറണം, എന്നാലേ കൊല കെട്ടാൻ പറ്റൂ. അങ്ങനെ കവുങ്ങുമ്മൽ കയറിയേ ഞാൻ. കയറെടുത്ത് കവുങ്ങുമ്മ കയറി കൊല കെട്ടാമെന്ന് വിചാരിച്ചു. ആ കവുങ്ങിന് തന്നെയാണ് കൊല കെട്ടേണ്ടതും, കാരണം ആ കവുങ്ങിന് തൊട്ടിട്ടാണ് കൊലയുള്ളത്. അപ്പോൾ വേറെ തൂണ് നാട്ടേണ്ട പണിയൊന്നുമില്ല. അങ്ങനെ ആ കവുങ്ങിന് തന്നെ കെട്ടാമെന്ന് കരുതി കെട്ടി. താഴോട്ട് കീയുമ്പോൾ കൊലേൻ്റെ അടിയിലത്തെ കായ ശ്രദ്ധിച്ചത്. അതൊക്കെ ചെറിയ കായ, അതൊന്നും വണ്ണം വെക്കാത്തതാണ്. അതെല്ലാം പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെയെല്ലാം പറിച്ച് കളഞ്ഞ് ശേഷം അടിഭാഗത്തെ എല്ലാ കായും പറിച്ച് കളയേണ്ടതായിട്ടുണ്ടായിന്. അത്രക്കും ചെറുതാണ് ഉണ്ടായത്. അതൊക്കെ പറിച്ച് താഴെ ഇട്ടു. പക്ഷെ കുറേ കായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും നമ്മുടെ പറയൽ ഒരു പടന്ന കായ് എന്നാണ് പറയൽ. അതായത് അടിയിലത്തെ ഒരു ലെയർ കായ് അങ്ങനെ പറിച്ച് താഴെ ഇട്ടു. കീഞ്ഞിട്ട് തളപ്പ് എടുത്ത് പറിച്ചിട്ട കായ എടുത്തു. കായ വെറുതെ കളയണ്ടല്ലോ. ഈ കായ നമ്മൾ ഉപ്പേരി വെക്കും, അതായത് വറക്കാനെടുക്കും, വറവാക്കാൻ വേണ്ടിയിട്ട് എടുക്കും. അങ്ങനെ ആ കായ എടുത്ത് നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ഇതാ അത്ര പോരെ കായ ഉണ്ട്, ഒരു ഉപ്പേരിക്കുള്ള കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പോരെ കായ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ. അപ്പോൾ തലയും കെട്ടി പോയാ.
ഓക്കെ, താങ്ക് യു.